ഈ ഗൈസ് ഡെൻമാർക്കിലെ നൈറ്റ് ലൈഫാണ് കേട്ടോ അത്. പുറത്തിറങ്ങിയൊരു നടന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ മൊത്തം കുറേ കടകളാണ്, ഫുള്ള് ചെറിയ ചെറിയ ഷോപ്പുകൾ. ആ സൈഡിൽ ഭയങ്കര ബിസി ആയിരുന്നു. ഞങ്ങൾ ആ സൈഡ് കവർ ചെയ്തു. ലൈറ്റുകളുണ്ടല്ലോ, ആ സൈഡൊക്കെ കവർ ചെയ്തു. അവിടെ ഭയങ്കര ബിസി ആയിരുന്നു. ഈ അറ്റമാണ് ഇവിടെയൊക്കെ എല്ലാവരും പോയി. ഓൾമോസ്റ്റ് ഒരു 10-11 മണി വരെയൊക്കെ ഷോപ്പുകൾ ഓപ്പണാണ്. പിന്നെ ഈ ചെറിയ ചെറിയ കടകളെല്ലാം ക്ലോസ് ചെയ്യും. അതിൻ്റെ കൂടെ വന്നൊരു ഫണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് മെയിൻ ടൗൺ. ഭയങ്കരമായിട്ട് ഇരുട്ടായിട്ടില്ല. ഓൾമോസ്റ്റ് എത്ര മണിയായി? 11 മണിയായി. എങ്കിലും ഇവിടെ വെട്ടമുണ്ട്. 10 മണി വരെ. ഡോണ്ട് മൈൻഡ്, ഇറ്റ്സ് ഫൈൻ. ഐ വാസ് വർക്കിംഗ് ഇൻ ദ ക്യാമറ. 10 മണി വരെ നല്ല വെട്ടമായിരുന്നു. 10-10 വരെ നല്ല വെട്ടമായിരുന്നു. ഇപ്പോൾ കുറേ ഇരുട്ടി തുടങ്ങി. ഇപ്പോൾ ഒരു നൈറ്റ് ലൈഫ് ഫീലൊക്കെ വന്നു തുടങ്ങി. ഇതുവരെ പകൽ കണക്കായിരുന്നു കേട്ടോ. വെട്ടമുള്ളപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ക്ലിയർ ആണെന്ന് തോന്നുന്നു, ഭയങ്കര ക്ലിയർ അല്ല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഫോണിലാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഭയങ്കര ക്ലാരിറ്റി കാണത്തില്ല. അവിടെ ഒരു റോളക്സിൻ്റെ മുട്ടനൊരു ഷോറൂമാണ്. കോപ്പൻഹാഗൻ, ഡെൻമാർക്കിലാണ് കോപ്പൻഹാഗൻ. ഇതൊരു ഭയങ്കര നൈറ്റ് ലൈഫുള്ളൊരു സ്ഥലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ വയ്യ ഗൈസ്. ബിക്കോസ് എനിക്കറിയാൻ വയ്യ കറക്റ്റ് സെൻട്രലാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയാൻ വയ്യ ക്ലിയറായിട്ട്. കോപ്പൻഹാഗൻ സെൻട്രലാണ്. ഭയങ്കരമായിട്ട് നൈറ്റ് ലൈഫ് ഒന്നും കാണുന്നില്ല. കാണാൻ അടിപൊളിയാണ്, പക്ഷേ നമ്മുടെ ആ നൈറ്റ് ലൈഫ് ഒന്നുമില്ല കേട്ടോ. മേ ബി ഇത് തിങ്കളാഴ്ച ഇന്ന്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. സൺഡേസിൽ കുറച്ചുകൂടി ബ്രഷ് ആയിരിക്കും ചിലപ്പം. അയ്യോ ടച്ച് പോയി. കുറേ നാൾ വീഡിയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് സൗണ്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട്. എൻ്റെ ചാർജ് ഇപ്പോൾ തരും ഫോണിൻ്റെ. നാളെ ഒന്നുകൂടി രാവിലെ ഇറങ്ങുന്നുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ഇതിപ്പോൾ പെട്ടെന്ന് ഞാൻ എടുത്തതാണ്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നൊരു വെയിൽ വന്നു. കുറേ നാളുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. ഇനി ഇട്ടില്ലെങ്കിൽ മോണിറ്റൈസേഷൻ റദ്ദ് ചെയ്യും, ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടത്. വീഡിയോ ചെയ്യാത്തതിൻ്റെ റീസൺ ഒരുപാട് റീസൺ ഉണ്ട്. അതിലൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലില്ല ഞാനിപ്പോൾ. മെയിൻ റീസൺ അതാണ്. അപ്പം നമ്മുടെ ചാനൽ അറിയാമല്ലോ, പെറ്റ്സ് ചാനലാണ്, പെറ്റ്സുള്ള ചാനലാണ്, പെറ്റ്സിനെ കുറിച്ചുള്ള. അപ്പോൾ പെട്ടെന്ന് അതിനകത്ത് ട്രാവലിംഗ് വ്ലോഗുകളൊക്കെ ഇടുമ്പോഴത്തേനും, ബിക്കോസ് ഞാൻ ഒരു 6-7-8 മാസമായിട്ട് ട്രാവൽ ബേസ് ചെയ്തുള്ളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10-30 കൺട്രികൾ കവർ ചെയ്തതാണ്. പക്ഷേ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്താ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റ് ചാനലാണ്, വ്ളോഗിങ് ചാനലല്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, സന്തോഷകുളങ്ങരയൊക്കെ നമ്മുടെ സഫാരിക്കുക സഞ്ചാരത്തിനകത്ത് അടിപൊളി വീഡിയോ ഇട്ടേക്കും. അപ്പോൾ അതിനിടയ്ക്ക് വന്നിട്ട് പെട്ടെന്നൊരു വ്ളോഗിങ് ചാനലാക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പം നിവൃത്തിയില്ലാത്തതുകൊണ്ട്, വേറെ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ഇട്ട് തുടങ്ങിയതാണ്. സ്വിച്ച്, പ്രസ് ദ സ്വിച്ച്. ഐ തിങ്ക് ഇറ്റ്സ് ഓട്ടോമാറ്റിക് റൈറ്റ്. ഇവിടെ പറഞ്ഞതാണ് റോഡ് ക്രോസ് ചെയ്യാനായിട്ട്. ഓക്കെ കം ഐ തിങ്ക് ദേ വിൽ നോട്ട് ഹിറ്റ് us. ഓക്കെ, റോഡ് ക്രോസ് ചെയ്തു. ഒരുവിധം എല്ലാ ഷോപ്പുകളൊക്കെ, ഇതൊക്കെ ഷോപ്പുകളാണ് ഇതിനകത്ത്. എല്ലാമൊക്കെ ക്ലോസ് ചെയ്തു ഒരുവിധം. കുറേയൊക്കെ റോളക്സ് ക്ലോസ് ചെയ്തോ? റോളക്സ് ഇപ്പോൾ ഓപ്പണാണ്. അത് ക്ലോസ് ചെയ്തു റോളക്സ് എല്ലാം ക്ലോസ്. അവിടെ നിന്നിട്ട് എന്നെ കളിയായിക്കൊണ്ടിരിക്കുക. ഞാൻ വീഡിയോ എടുത്ത് ഇവിടെ ഉറക്കെ സംസാരിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കുക. അവിടെ ഇരിക്കുന്നവർ മീൻസ് ആൾക്കാരെല്ലാവരും കൂടെ ഉള്ളവർ കേട്ടോ. വേറെ ആരും മൈൻഡൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യം നോക്കി നടക്കുക. ഇതിപ്പോൾ നമ്മുടെ മലയാളത്തിൽ സംസാരിക്കുന്നതിട്ട് ഇവർ എന്നിട്ട് ഇവരെന്താണ് ഈ പറയുന്നത്, എന്താണ് ചലിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചതുള്ളൂ. പെട്ടെന്നൊരു മക്ഡൊണാൾഡ്സ് ഉണ്ടപ്പോൾ അവിടെ കയറണം. അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് വരാടെ. എല്ലായിടത്തും ഉണ്ട് മക്ഡൊണാൾഡ്സ്, KFC ഒക്കെ എല്ലായിടത്തും ഉണ്ട്. അവിടെ ഒരു ഹോയുടെ ഷോറൂമാണ്. ഏതോ ഒരു ഇടുക്കിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഒരു ഐസ്ക്രീമും ഉണ്ട്. ഒരു ഫ്രണ്ട് കിടപ്പുണ്ട്. ഒരു സന്തോഷ് ജോർജ് അങ്ങനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. കാര്യം ഓക്കെ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എന്താ പറയുക, നമ്മുടെ ഈ സ്ഥലങ്ങളെ കാണിച്ചുള്ള വ്ളോഗെന്ന് പറയുമ്പോഴത്തേനും, ട്രാവലിംഗ് വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേനും ഫുൾ ഡീറ്റെയിൽ അറിഞ്ഞിരിക്കണം. ഒരു സ്ഥലത്ത് പോകുന്നത് അതെന്താണ്, അവിടെ എന്തൊക്കെയാണുള്ളത്, ആ സ്പെഷ്യാലിറ്റീസ്, മെയിൻ സ്ഥലങ്ങൾ, മെയിൻ സംഭവങ്ങൾ, മ്യൂസിയം, വാട്ടവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയൊക്കെ അറിയണം. എനിക്കാണെങ്കിൽ ഒരു കുന്തോയത്തിലുണ്ട്. ജസ്റ്റ് ചലവായിട്ട് അലയ്ക്കാനേ ഉള്ളൂ. ഇതാ കാണിച്ചു തരാതെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഒന്നും ചെയ്യാഞ്ഞത്, ഇത്രയും കവർ ചെയ്തിട്ട്. അതാണ് രണ്ടാമത്തെ ഒരു മെയിൻ റീസൺ. ബിക്കോസ് നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ വേറെ ഗതിയില്ല. അപ്പോൾ ഇത്
നൈസാവുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചെയ്യണമെന്നുണ്ട് എനിക്ക്. പക്ഷേ ഇനി ഒരു മാസം കൂടി എന്തായാലും ഞാൻ കുറച്ച് കൺട്രീസ് കൂടി കവർ ചെയ്യുന്നുണ്ട്. ചിലപ്പം ഫർദർ വീഡിയോസ് ഇടും, ചിലപ്പോൾ മാത്രം. സോ ഇപ്പോൾ ഈ രാത്രി കാണിച്ചു തരാനായിട്ട് വേറെ വിഷ്വൽസ് ഒന്നുമില്ല. ഒന്നും ഭയങ്കര ക്ലിയർ ആവുമെന്ന് അറിയാം. ഇതൊക്കെ ബിൽഡിങ്ങുകളാണ്, ഒരിടയ്ക്ക് കൂടി ഇങ്ങനെ നടക്കുക. സ്റ്റാർട്ടിങ് ട്രബിൾ, ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ ഡേ. എന്തോ പറയണമെന്നൊരു പിടുത്തമില്ല. പെട്ടെന്നിട്ട വീഡിയോ ഉണ്ട്, എനിക്ക് എന്തോ പറയണമെന്നൊരു ഐഡിയ ഇല്ല. കാര്യം എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. കുറേ കടകൾ, കുറേ ബ്രാൻഡുകൾ, അതെനിക്ക് പറയാൻ വെക്കും. ഈ അവിടെ എന്തോ ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ ACB ബാങ്ക്, AC ബാങ്ക്, ബെർണിക്കോ ഗാർഡൻ, അങ്ങനെ കുറേ ഷോപ്പുകൾ എല്ലാം ക്ലോസ് ചെയ്തു. കാര്യം 11 മണി കഴിഞ്ഞു. അങ്ങനെ ഇതെല്ലാം ക്ലോസ് ചെയ്തു. ഇവിടെ മെയിൻ ടൗണാണ് ഇവിടുത്തെ. അപ്പോൾ അതിലേക്കൂടെ ഇങ്ങനെ നടക്കുക. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇവിടെ നിന്ന് ഇരുട്ടിയിട്ടില്ല. അറ്റം കണ്ടോ, അത് വെട്ടമാണ്. കണ്ടോ, വീണ്ടും റോളക്സിൻ്റെ ചെറിയൊരു ഷോറൂം കണ്ടോ. ഇത് കണ്ടോ, ഇതൊരു ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു എന്താ പറയുക, നമ്മുടെ സ്പീക്കറില്ലേ, സ്പീക്കറിൻ്റെ ബ്രാൻഡാണ്. ലൈക്ക് ലംബോഗിരി പോലുള്ള ബ്രാൻഡഡ് കാറുകളിലൊക്കെ സ്പീക്കർ വർക്ക് ചെയ്യുന്നവരാണ്. ഭയങ്കര എക്സ്പെൻസീവാണ് അവരുടെ ഹെഡ്സെറ്റ്, സ്പീക്കേഴ്സ്, അതുപോലെ തന്നെ വെറൈറ്റിയാണ്. ഈ കാണുന്ന അവരുടെ സ്പീക്കർ സിസ്റ്റമാണ്. അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. ഹെഡ്സെറ്റൊക്കെ കാണിക്കുന്നതാണ്. ക്ലോസ് ചെയ്തു, അടച്ചു. തുറന്നിട്ടുണ്ടെങ്കിൽ അകത്ത് കാണിക്കായിരുന്നു. അടിപൊളി ബ്രാൻഡാണ്. എൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ ഇപ്പോഴും ഉണ്ട് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ. ഭയങ്കര ക്വാളിറ്റിയുടെ അടുത്ത് ഒരു കോംപ്രമൈസും ഇല്ല. അടിപൊളിയാണ്. ഭയങ്കര എക്സ്പെൻസീവാണ്. അതത്ര എക്സ്പെൻസീവാണ്, നല്ല എക്സ്പെൻസീവാണ്. ഭയങ്കര ക്വാളിറ്റിയാണ്. ജസ്റ്റ് പറഞ്ഞ ഇവിടെ ഡീസൽ ബ്രാൻഡ്, അങ്ങനെ കുറേ ബ്രാൻഡുകൾ മാത്രമാണ്. അതൊക്കെ എനിക്ക് പറഞ്ഞു തരാം. ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ സ്ഥലങ്ങളൊന്നും ഒരു ഐഡിയയിൽ എനിക്ക് ഒന്നും നോക്കിയിട്ടില്ല. ജസ്റ്റ് ഇറങ്ങി നടന്നു, ഷോപ്പുകൾ നോക്കുന്നു, കാറ്റ്, പിന്നെന്താണ്, അങ്ങനെ കുറേ ബ്രാൻഡുകൾ ഫുൾ ഇവിടെ. കുറേ മുഖ്യ ഷോപ്പുകളും ക്ലോസ് ചെയ്തു. പിന്നെ ഒരു മണി എക്സ്ചേഞ്ചൊക്കെ കൊണ്ടുപോയി കണ്ടില്ല. ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വ്ളോഗ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം, മീൻസ് ട്രാവലിംഗ് വ്ളോഗ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ്. ഒരുപാട് റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, എങ്കിലും അതൊരു ക്വാളിറ്റി കിട്ടും. ഇതിഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞു ഞാൻ കുറച്ചുകൂടി വ്ളോഗുകൾ ഇനി കവർ ചെയ്യുന്ന കൺട്രീസിൽ നിന്ന് കുറച്ചുകൂടി ഇടാം. ഒരു മാസം കൂടി എന്തായാലും ഒരു 3-4 കൺട്രീസ് കൂടി കവർ ചെയ്യുന്നു. 3-4 അതിക്കുള്ളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വീഡിയോസ് ഞാൻ ചെയ്തിടാം. അപ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടി ഒന്നുകൂടി പ്രിപ്പയർ ചെയ്ത് പെട്ടെന്ന് ഞാൻ ചടപടാന്ന് ചെയ്തതാണ്. അതുകൊണ്ട് ഒരു പ്രിപ്പറേഷനും ഇല്ല. ഇവർ ചിരിച്ചുകൊണ്ട് എന്നെ കളിയായിക്കൊണ്ട് ഫ്രണ്ട് നടക്കുക, ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എടുത്ത വീഡിയോയാണ്. സോ സോറി. അടുത്ത ഫേസാണ്, മീൻസ് ടൗണിൻ്റെ നെക്സ്റ്റ് ഫേസ്. ഇവിടെ കുറച്ച് ഷോപ്പുകളൊക്കെ ഓപ്പണായിട്ട് കുറേയൊന്നുമില്ല. ഏതൊരു ലൈറ്റ് കടയാണ്, ഒരുപാട് ലൈറ്റുകൾ അതിനകത്തുണ്ട്. കോമഡിയാണ്. ഞാൻ ട്രാവലിംഗ് വ്ളോഗ് ചെയ്ത് ഞാൻ ഭയങ്കര കോമഡി. ഇതെന്താണ് റെസ്റ്റോറൻ്റാണ്. ഒരു ഇതെല്ലാം ക്ലോസ് ചെയ്തു. നല്ല രസമാണ് കേട്ടോ. പിന്നെ ഭയങ്കര രസമാണ് ഇവിടുത്തെ ഷോപ്പുകളെല്ലാം. മീൻസ് ഇതാണ് റെസ്റ്റോറൻറ്റുകൾ. നല്ല വൈബാണ് വന്നിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. അടിപൊളിയാണ്. എന്താ പറയുക, ഇതെല്ലാം ക്ലീനാണ്, നല്ല ക്ലീനാണ്. മീൻസ് യൂറോപ്യൻ കൺട്രിയാണ് ഡെൻമാർക്ക്, കോപ്പൻഹാഗൻ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം ക്ലീനാണ്. മുക്കിന് വേസ്റ്റ് ബിൻസ് എല്ലായിടത്തും വേസ്റ്റ് ബിന്നുണ്ട്. അതിൽ നിന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് കറക്റ്റായിട്ട്. അതുകൊണ്ട് തന്നെ ടൗൺ നല്ല ക്ലീനാണ്. പിന്നെന്താണ്, പിന്നെ കടകൾ, പിസ, ഷവർമ ഷോപ്പ് റയറാണ് കേട്ടോ. ഒരുപാട് കരീബിയനിൽ ഷവർമ കിട്ടാനേ ഇല്ലായിരുന്നു. മീൻസ് ഇതിനു മുമ്പേ കരീബിയൻ കുറച്ച് കൺട്രീസിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ഷവർമ എന്ന് പറഞ്ഞ സാധനം കിട്ടാനില്ലായിരുന്നു. പിന്നെ ഷവർമ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടത്തെപ്പോഴായിരുന്നു, സ്കോട്ട്ലൻഡിലൊരു ഇറങ്ങി അവിടെ ഒരു പോർട്ട് ചെയ്താണ് ഷവർമ കിട്ടിയത്. പോർട്ടല്ല, അവിടെ ടൗണിൽ സിറ്റിയിൽ ഒരു ഷോപ്പ് ചെയ്താണ് കുറേ നാൾ കഴിഞ്ഞ് ഷവർമ കഴിക്കുന്നത്, ടർക്കിഷ് ഷവർമ. ഏതാണ്ട് 6-7 മാസത്തിന് ശേഷം ഫൈനലി ഇവിടെ നൈറ്റ് ലൈഫ് ഉള്ളൊരു സ്ഥലം കണ്ട്. വേറെ ഒന്നുമില്ല, ബാറാണ് ഇവിടെ. ഫുള്ള് ബാറ് ഫുഡ് കംപ്ലീറ്റ്. ഒരുപാട് ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. അപ്പം എൻ്റെ കൂടെ വന്നെല്ലാം കൂടി അങ്ങോട്ടും ഇടിച്ച് കയറി പോവുകയാണ്. അതേപോലെ നാളെ പകൽ ഞാൻ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ പുറത്ത് മീൻസ് വിഷ്വൽസ് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ അടിച്ച് എന്നിട്ട് ഇതിൻ്റെ കൂടെ അത് മെർജ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിടാം. സോ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ലാഫിംഗ്. ബൈ.